ഞാനേ തക്കാളി കറി വെക്കാൻ പോവാം. ഒരു ഒരു കിലോ തക്കാളി ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ വില കുറവാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നല്ല തക്കാളിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒരു പുളിങ്കറി വെക്കാമെന്ന് തോന്നി. അതെന്താ അറിയോ, സാമ്പാർ പൊടി ഞാനിവിടെ സെയിലുണ്ട്. അപ്പോൾ ഈ സാമ്പാർ പൊടി നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിയുമ്പോൾ അരിച്ചെടുത്തിട്ട് അതിൻ്റെ തരി ഉണ്ടാവില്ലേ, തരി. അപ്പോൾ നമ്മൾ ഒന്നിച്ച് അരിക്കുമ്പോൾ കുറേ തരി ബാക്കിയുണ്ടാവും. അപ്പോൾ അത് കളയാറില്ല ഞാനിപ്പോൾ അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കും. എന്നിട്ട് ഈ പുളിങ്കറിയൊക്കെ വയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ അരച്ച് ചേർക്കാനാണ് പതിവ്. കാരണം അത് ഒത്തിരിയൊക്കെ കളയാൻ ഈ മുളകും മല്ലിയൊക്കെ ഉള്ള വില കൊടുത്ത് വാങ്ങിക്കണതല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യൂട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കിയേക്കണത്. പിന്നെ എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ തക്കാളി പുളിങ്കറി എങ്ങനെയുണ്ടെന്ന് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസിൽ ഒരു 6 തക്കാളി കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് ഗ്യാസിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാം. അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ അരപ്പിന് വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത്, നാളികേരത്തിൻ്റെ കൂടെ ആ സാമ്പാർ പൊടിയൊക്കെ ഞാൻ അരിച്ചെടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള തരി അതൊന്ന് കുതിർത്തി വെച്ചിട്ട് നാളികേരത്തിൻ്റെ കൂടെ അരച്ച് വെച്ചു. കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ആ അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഗ്രേവി എന്ന് പറയുമ്പോൾ കൊഴുപ്പ് നന്നായിട്ട് കിട്ടും കേട്ടോ. കാരണം നമ്മൾ സാമ്പാർ പൊടിയിലെല്ലാം പരിപ്പൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം കൊഴുപ്പും ഉണ്ടാവും. പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ചു കേട്ടോ, പുളി കുറവായത് കാരണം. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ തരി നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ഒരുപാട് ഉണ്ടാക്കണവർ ആ തരിയൊക്കെ കളയണ്ടെന്ന് തോന്നണവർ കേട്ടോ. എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും ആ തരിയൊക്കെ കളയാതെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കടുകും വറ്റൽമുളകും കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി പുളിങ്കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ.